ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വർക്ക് ലൈഫ് ബാലൻസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഇൻ്റർനാഷണലി തന്നെ പല രാജ്യങ്ങളും ഡെവലപ്ഡ് കൺട്രീസും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആക്ച്വലി വർക്ക് ലൈഫ് ബാലൻസ്. അപ്പോൾ ഇതിനൊരു ആൻറ്റിഡോട്ട് അല്ലെങ്കിൽ ഒരു റിമഡി എന്നുള്ള നിലയിൽ ഒരു സൊല്യൂഷനും ലോകത്തൊരിടവും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് 24 മണിക്കൂറേ ഉള്ളൂ. നമുക്കതിനകത്ത് വിശ്രമിക്കേണ്ടുന്ന സമയമുണ്ട്, വർക്ക് ചെയ്യേണ്ട സമയമുണ്ട്, അതുപോലെ തന്നെ മറ്റ് എൻ്റർടൈൻമെൻറ്റ് വിനോദ ഉപാധികളിൽ ഇടപെടേണ്ടുന്നതായിട്ടുള്ള ആവശ്യമുണ്ട്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റികളിൽ എൻഗേജ്ഡ് ആകേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ഹെൽത്ത് എക്സർസൈസ് അത്തരത്തിൽ ബന്ധപ്പെട്ട് നമ്മൾ സമയം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ആക്ച്വലി നമ്മൾക്ക് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ അൺസോൾവബിലിറ്റി എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ഫുൾ ടൈം പെർമനൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ലൈഫ് വളരെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും അവർക്ക് ടൈം വേണ്ടുന്ന രീതിയിൽ കിട്ടാത്തതായിട്ടാണ് പൊതുവിൽ കാണുന്നത്. കാരണം നമുക്ക് 24 hours ഉള്ളൂ. രണ്ടുപേരും ഫുൾ ടൈം പെർമനൻ്റ് എംപ്ലോയീസ് ആകുമ്പോൾ അവർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് അറൗണ്ട് 10 hours ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം തീർച്ചയായിട്ടും അവരുടെ ഫുൾ ഒരു ഡേയിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടുന്ന എല്ലാ ടാസ്കുകളും അവരുദ്ദേശിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, പല കാര്യങ്ങളും പെൻഡിങ്ങിലേക്ക് പോവുകയും അവരുടെ ലൈഫ് ഫുള്ളി കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരുമെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഒരു സൊല്യൂഷനായിട്ട് പലരും പറയുന്നത്, ആരെങ്കിലും ഒരാൾ ഫുൾ ടൈം പെർമനൻ്റ് ആയിട്ടുള്ള ജോബിൽ എൻഗേജ്ഡ് ആവുകയും മറ്റേ ആൾ ടെമ്പററി ആയിട്ടുള്ള പാർട്ട് ടൈം ആയിട്ടുള്ള ജോബുകളിൽ എൻഗേജ്ഡ് ആവുകയും ചെയ്യുകയാണെങ്കിൽ ആസ് എ ഫാമിലി എന്നുള്ള നിലയിൽ, ആസ് എ ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ, മാരേജ് എന്നുള്ള നിലയിൽ കുറേ കൂടെ കളക്റ്റീവായിട്ട്, കോപ്പറേറ്റീവായിട്ട്, ഇൻ്റർ ഡിപ്പെൻഡഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സമയം കുറേ കൂടെ നമുക്ക് മാനേജ്ഡ് ആക്കാനും, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കണ്ടെത്താനും, ഫാമിലി ടൈമിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും, പ്രോപ്പറായിട്ട് വിശ്രമിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള സമയം കിട്ടുമെന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം. മറ്റത് നമ്മൾ ഫുൾ എന്തിനോ വേണ്ടിയിട്ട് പുറകെ വർഷങ്ങളോളം ഓടുന്ന ഒരു അവസ്ഥയിലാണ് ഭൂരിഭാഗം ആൾക്കാരും, പ്രത്യേകിച്ച് ഇന്നത്തെ യങ്ങർ ജനറേഷൻസൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ലൈഫിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പലപ്പോഴും യാത്രകളിലാണ്. യാത്രകൾ ഒരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഓവർ ദ ടൈം തരില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു പ്ലഷറും നമുക്ക് കിട്ടുമെന്നുള്ളത് ഒഴിച്ചാൽ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ആൾക്കാരായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലൈഫ് നമ്മൾ കുറേ കൂടെ സിസ്റ്റമാറ്റിക്കായിട്ടും സ്ട്രക്ചേർഡായിട്ടും ഫങ്ഷനിങ് ആയിട്ടും കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമുക്കൊരിക്കലും ലൈഫിനെ എക്കണോമിയെ ബേസ് ചെയ്ത് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്ത് പോകാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ GDP കൂട്ടുക അല്ലെങ്കിൽ എക്കണോമി കുറേ കൂടെ ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യുക, അതിൻ്റെ ബേസിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫിനെ മുന്നോട്ടേക്ക് ഗൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മുടെ ലൈഫിൻ്റേതായിട്ടുള്ള ഒരു ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനും മീനിങ്ങും പർപ്പസും വാല്യൂവിന് കുറേ കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എപ്പോഴൊക്കെ മണിക്കും എക്കണോമിക്കും വാല്യൂവിൻ്റെ മുകളിൽ പ്രാധാന്യം കൊടുക്കുമോ അപ്പോഴൊക്കെ തന്നെ നമ്മൾ ലൈഫ് ഈ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇവോൾവ് ചെയ്ത് വരാത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ നടക്കുമെന്ന് വിചാരിക്കും, പക്ഷേ നമ്മൾ കേൾക്കുന്നതൊക്കെ അങ്ങനെയുമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഉദ്ദേശിക്കുന്ന ബലം പലപ്പോഴും ഓവർ ദ ടൈം കിട്ടുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ധാരാളം ആൾക്കാരിൽ പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു ഫ്രസ്ട്രേഷനും
ഡിസപ്പോയിൻമെൻറ്റിനും ഡിപ്രഷൻ്റേതായിട്ടുള്ള പല ഫീച്ചേഴ്സും ഉണ്ടാകുന്നതിന് കാരണമാകുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ലൈഫ് ഒരു മിഡ് ലൈഫിലേക്ക്, അതായത് അറൗണ്ട് 40-45 എത്തുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ക്രൈസിസ് അവർ ഫേസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ധാരാളം കാശ് അവർ ഇമ്പൾസീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കി പോയിട്ടുമുണ്ട്. പക്ഷേ അതനുസരിച്ച് അവർക്ക് ലൈഫിൽ ഗെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഗെയിൻ ചെയ്തിട്ടുമില്ല എന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈഫ് കുറേ കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനേക്കാൾ ലോങ് ടൈം ആയിട്ടുള്ള ഡിലേഡ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ എയിം ചെയ്യുകയും നമ്മളുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി മീറ്റ് ചെയ്യുന്നതിനകത്ത് കുറേ കൂടെ ഫോക്കസ്ഡ് ആവുകയും ചെയ്യുകയാണെങ്കിൽ ലൈഫും കരിയറും അതുപോലെ നമ്മുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ റെസ്പോൺസിബിലിറ്റീസും ക്ലിയർ ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ഫങ്ഷനിങ് ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പലരും പറയുന്നത് കരിയറും ലൈഫും എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈക്വലി ബാലൻസ് ചെയ്യുന്നു എന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഏതെങ്കിലും ഒന്നിന് നമ്മൾ ഓവർ ദ ടൈം ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള പ്രയോറിറ്റി, വാല്യൂവിന് ഹയർ ആയിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിലൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ, ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഏർലി അഡൽട്ട്ഹുഡിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഇപ്പോൾ കരിയറിനും അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ലൈഫിനെ കുറേ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാരേജും ഫാമിലിയും ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളും ഓവർ ദ ടൈം ആണെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യങ്ങർ ജനറേഷനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.